ഹലോ, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യുവാനായിട്ട് വന്നത് 3-4 ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ സമയക്കുറവ് കാരണം എനിക്കത് പറ്റിയില്ല. ഇപ്പം ഞാനത് എല്ലാവരെയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ വർഷങ്ങളോളമുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്കൊരു നോക്കി പേരുകളൊക്കെ ഒന്ന് വായിക്കേണ്ടതുകൊണ്ട് നോക്കിക്കൂടെ പറയാം. നമുക്കൊരു സഹകരണ സംഘം രൂപീകരിക്കണമെന്നുള്ളത് അതെൻ്റെ ബ്രദറിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. വർഷങ്ങളോളമുള്ള ആദ്യഘട്ടങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിതിന് ഇറങ്ങിയപ്പോഴും ഒരുപാട് ബ്രേക്ക് ഞങ്ങൾക്കുണ്ടായിക്കൊണ്ട് വന്നു. അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്. നമുക്കത് നടത്തുവാനുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നും അവസാന നിമിഷമായപ്പം തന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷവും ഇപ്പോൾ രണ്ടാം ഭരണം അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതാനും ഒരു 5-6 പേര് ഞങ്ങളുടെ താഴെ ലോക്കൽസിലുള്ള ആൾക്കാർ അതിന് വളരെ നമുക്കെതിരെ നടത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് നേരെ ഒരുപാട് പരാതികളൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റിയിലൊരു മനോജ് എന്ന് പറയുന്നൊരു സഖാവുണ്ട്. അവിടം വരെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം അവരുടെ ആ സപ്പോർട്ടെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നിത് അതായത് വ്യാഴാഴ്ച നമ്മുടെ 12-ാം തീയതി 12/3/2026 വ്യാഴാഴ്ച 10:30 ഞങ്ങൾക്ക് ഈ സംഘം രൂപീകരിക്കാൻ ദൈവവും ഞങ്ങളുടെ പ്രേക്ഷകരും ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളെ സ്നേഹിച്ചവരും എല്ലാം ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. അത് ഞങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വരുവായതുകൊണ്ട് എത്രയും പെട്ടെന്ന് നേതാക്കന്മാർ പറഞ്ഞു അങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ മിനിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മുടെ മിനിസ്റ്റർ വീണ ജോർജിനെയും മിനിസ്റ്റർ വാസവൻ സാറിനെയൊക്കെ വിളിച്ച് ഞങ്ങളിത് ഉദ്ഘാടനം നടത്താനിരുന്നതാണ്. പക്ഷേ നമുക്ക് മനസ്സിലായി ഇലക്ഷൻ വന്ന് ഡിക്ലെയർ ചെയ്താൽ പിന്നെ നമുക്ക് നമ്മുടെ കൈ വിട്ടുപോകും, നമുക്ക് പിന്നെ നഷ്ടപ്പെടും. നമ്മുടെ 2.5 ലക്ഷം രൂപ കണ്ടെത്തി നമ്മുടെ ഞങ്ങളോട് ഞങ്ങളോട് ആൾക്കാർ സഹകരിച്ച് അവരിൽ നിന്നും എല്ലാം പിരിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഒരു പറച്ചിലുണ്ട്, കളിപ്പിലാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണെന്ന്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘം ഇതിനകത്ത് വന്നിരിക്കുന്ന ബോർഡ് മെമ്പർമാർ ഒന്നിനൊന്ന് മെച്ചമായ ബോർഡ് മെമ്പർമാരാണ് എല്ലാം. അതിൻ്റെ ഇപ്പോഴത്തെ ചീഫ് പ്രൊമോട്ടറായിട്ട് എടുത്തിരിക്കുന്നതും എൻ്റെ സഹോദരനെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഒരു സഹോദരിയായതുകൊണ്ട് ഞാൻ പഠിക്കുകയല്ല, ഇതെല്ലാ പ്രേക്ഷകരും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ചീഫ് പ്രൊമോട്ടറായിട്ടിരിക്കുന്ന ഒരു അവസരത്തിലും അതിൻ്റെ കൂടെയുള്ള നമ്മുടെ ഇതിൻ്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും നല്ല സത്യസന്ധരായ നല്ല മിടുമിടുക്കാന്മാരായ ആൾക്കാരാണ്. അപ്പം അപ്പം നമുക്ക് നമ്മുടെ പാവപ്പെട്ടവർക്ക് ഒക്കെ അവരെ ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കിപ്പോൾ ഒരു കുഞ്ഞു ചിട്ടി നടത്തുകയോ ഒരു ഡെയിലി ചിട്ടി, ഒരു വളക്കട, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ഒരു ഡയാലിസിസ് സെൻറ്റർ വരെ ഈ ഒരു കെയർ ഓഫിൽ നമുക്ക് നടത്തണമെന്ന് തുടർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം അകമഴിഞ്ഞ് സഹായിച്ചവർ ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഞങ്ങളുടെ മുറ്റത്തിരുന്നോണ്ട് ഞങ്ങളെ സഹായിക്കാത്തവരും കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ തുടർന്നും ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും എന്നും ഞങ്ങളിതിനകത്ത് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അത് കള്ളത്തരമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ ഒരുപാട് കിംവദന്തികൾ നമുക്കെതിരെ വരും. പക്ഷേ അതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇന്നയാളാണ്. ആ ആളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കള്ളത്തരവും കാപട്യവും ഉണ്ടാകുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതമേ എല്ലാം ഒരു സത്യസന്ധതയിൽ ഇറങ്ങിത്തിരിച്ച് ഒരു ജീവിതം പോലും നല്ല രീതിയിൽ പുള്ളിക്ക് മുന്നോട്ട് കൊണ്ടുപോകാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എവിടെയും ജനങ്ങൾ മതിപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ തലപ്പത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അതെല്ലാവരുടെയും സഹകരണം കിട്ടി, സപ്പോർട്ട് കിട്ടി, അത് മുന്നോട്ട് കൊണ്ടുപോകാനും എത്രത്തോളം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഒരിക്കലും എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരുടെ നേതാക്കന്മാരുടെയൊക്കെ പേരുകളൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ ഒരു സുരേഷ് കുമാറുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു
സഖാവാണ്. പിന്നെ നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗം അനിൽകുമാർ എന്ന് പറയും, CPIM-ൻ്റെ, അദ്ദേഹം ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി. പിന്നെ ഇതിലൊക്കെ ഉപരി മേൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ഉദയഭാനു സാർ, അദ്ദേഹത്തിന് അറിയാത്തവരാരും കാണില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് സ്വയം മാറി. രാജു എബ്രഹാം സഖാവാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഇന്നും അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടിയാണ് നടക്കുന്നത്. അദ്ദേഹമാണ് ഇതിനു വേണ്ടി ഞങ്ങളെ അങ്ങേയറ്റം അകമഴിഞ്ഞ് സഹായിച്ച് ഞങ്ങളോട് മുന്നോട്ടിറങ്ങി ഇത് നടത്തി നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഇടയ്ക്ക് കുറേ ആൾക്കാർ എഴുതിക്കൊണ്ട് ഒപ്പിട്ടുകൊണ്ട് കൊടുത്തു വരും, നടത്തരുതെന്നും ഇത് വൺ മാൻ ഷോ ആണെന്നും എന്നും ഒക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ അതൊന്നും അവിടെ ദേശീയിട്ടില്ല. നമ്മുടെ നേതാക്കന്മാർ രാധാകൃഷ്ണപിള്ള ഇത് നല്ല രീതിയിൽ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് നടത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ കുറേ സാമൂഹ്യ ദ്രോഹികളെന്ന് തന്നെ നമുക്ക് പറയാം. അതെല്ലായിടത്തും കാണും, ആരുടെയും പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹത്തിനെ എടുത്തു പറഞ്ഞാൽ തീരത്തില്ല അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. അതായത് മനോജ് എന്ന് പറയും, ഞങ്ങളുടെ പുല്ലാട് ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പാർട്ടിക്ക് വേണ്ടി ആ സഖാവാണ് ഇതിന് ഞങ്ങളോടൊപ്പം കൂട്ടുനിന്ന് പോകേണ്ടിടത്തെല്ലാം രാധാകൃഷ്ണപിള്ളയും പോയത്, രണ്ടുപേരും കൂടെ പോയതും ജില്ലാ സെക്രട്ടറിയെ കാണാൻ പോകുന്നതും എല്ലാം അദ്ദേഹമാണ്. അങ്ങനെയുള്ള സഖാക്കൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തോട്, ഞങ്ങളുടെ ഈ പ്രസ്ഥാനം നടത്താൻ അദ്ദേഹം ഞങ്ങളോട് ചെയ്ത ആ ഒരു സപ്പോർട്ട് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മുതലുള്ള മുമ്പോട്ടുള്ള നേതാക്കന്മാർ ഇന്ന് അവർ തീർച്ചയായിട്ടും സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനം നമുക്ക് നടത്താൻ പറ്റില്ലായിരുന്നു. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ. അത് നടത്തുന്നത് എൻ്റെ ബിൽഡിങ്ങിലാണ്, അതായത് എൻ്റെ 2 മുറി കടയാണ്. ആ ഒരു കടയിലാണ് ഞങ്ങളിപ്പോൾ അത് നടത്താൻ സൗകര്യം ഒരുക്കി കൊടുത്തത്. നമ്മൾ നല്ല രീതിയിൽ വന്ന് അത് നല്ല രീതിയിൽ മെച്ചപ്പെട്ട ശേഷം ഞാൻ വാടക പോലും മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ പ്രവർത്തനത്തിന് ഒരു സെക്രട്ടറിയെ നമുക്ക് കിട്ടി. അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട പിന്നെ ഒരു കാര്യം. നല്ലൊരു കുട്ടിയാണ്, എൻ്റെ മോളാകാനുള്ള പ്രായമുള്ളൊരു മോളാണ്. അതായത് റാങ്ക് ഹോൾഡറാണ്. അതുപോലെ മിടുക്കിയായ ഒരു അമ്പൂറ്റി കോച്ചിനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിന് കിട്ടിയത്. അതും നമുക്ക് കിട്ടിയ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അതും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനം ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയ ശേഷം എനിക്ക് സാലറിയോ എന്തായാലും മതിയെന്നാണ്. അപ്പോൾ ഇനി അത് ഒറ്റക്കെട്ടായിട്ട് എല്ലാ ആൾക്കാരുടെയും സഹകരണം നമുക്ക് വേണം. അവരുടെ എല്ലാ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിലേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ചിലരോട് നമ്മൾ പൈസ ആദ്യമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് നടക്കത്തില്ല എന്നുള്ളൊരു ധാരണയിൽ അവരൊക്കെ നമ്മളെ സഹായിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇനി സഹായിക്കുകയൊക്കെ ചെയ്യും. നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ടാകും. അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു തുറന്ന പുസ്തകമാണ്. എത്രയോ പഞ്ചായത്ത് മെമ്പർമാർ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും എന്നെയും എൻ്റെ സഹോദരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു മുട്ടായി പോലും ആരുടെയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ എല്ലാവരുടെയും മുമ്പ് ശബ്ദിക്കും. പക്ഷേ അവസാനം വാർഡിലൊക്കെ വന്നു കഴിഞ്ഞപ്പം വാർഡിൽ എന്നെ കയറ്റി വാർഡ് മെമ്പർ ആകുമോ എന്നൊരു പേടി വന്ന് ഏതാനും ചില ആൾക്കാരെ ഞങ്ങളെ അവിടെ വെട്ടി നിരത്താനുള്ള കഴിവ് അവരെ കൊണ്ട് പറ്റി. പക്ഷെങ്കിൽ എൻ്റെ മേളിലോട്ടുള്ള നേതാക്കന്മാർ ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിയെ അതിന് മുകളിലുള്ളവരും ഒക്കെ നിർദ്ദേശിച്ച് ബ്ലോക്ക് മത്സരിക്കാൻ എന്നോട് പറഞ്ഞതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിരുന്നു ഈ അടുത്ത സമയത്ത്. അങ്ങനെ എനിക്ക് ഒരുപാട് കയറി ഇറങ്ങത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഹെൽത്ത് എനിക്കിപ്പോൾ ഇല്ല. ഒന്നും വേണ്ട, നല്ലത് ചെയ്ത് നല്ലത് പ്രവർത്തിച്ച് നമ്മൾ അന്യദുഃഖത്തിൽ കരുണ കാണിച്ച് നമുക്കൊന്നുമില്ലാത്തവരായിരിക്കും, എന്നാലും നമ്മൾ അന്യദുഃഖം അവരൊന്ന് കരയുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വിഷമിക്കാതിരിക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു ആശ്വാസമാക്കി കൊടുക്കുവാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും. ഞങ്ങളെക്കൊണ്ട് ഒക്കുന്ന പോലൊക്കെ ഞങ്ങൾ ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തിപരമായ രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഞാൻ വലിയ ആളല്ല, ഞാൻ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമല്ല, എന്നാലും ശരി. അപ്പം നമ്മൾ പറയുന്ന ഈ പ്രസ്ഥാനം അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് സഹകരണ സംഘം കോയിപ്പുറം ശാഖ ഞങ്ങളുടെ പൂവത്തൂരിലെ പൂവണിഞ്ഞ ഒരു സന്തോഷം എൻ്റെ പ്രേക്ഷകരോട് എല്ലാം അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒന്നുകൂടി എടുത്ത് പറയുന്നു
നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാവ് ഉദയഭാനു സാർ, നമ്മുടെ സുരേഷ് കുമാർ സഖാവ്, നമ്മുടെ അനിൽകുമാർ സഖാവ്, നമ്മുടെ മനോജ്, പിന്നെ ഇതിൻ്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്മാരായ 10 പേര്. ഇപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് വായിക്കാൻ പറ്റില്ല. അവരോടെല്ലാം പിന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ പ്രസ്ഥാനം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനും ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കുവാനും ഞങ്ങളോടൊപ്പം നിന്ന് സഹായിച്ച എൻ്റെ എല്ലാ നാട്ടുകാരോടും ഞങ്ങളുടെ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും നമ്മുടെ ശാസ്താക്ഷേത്രത്തിന് സമീപമാണ്. തുടർന്നും നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുവാൻ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. എൻ്റെ സഹോദരനെ സംബന്ധിച്ച് പറയാൻ പുള്ളി ഒരു ദൈവവിശ്വാസി ഒന്നുമല്ല. പക്ഷെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഒരു ദിവസമേ കിട്ടിയുള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, മിനിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ നടത്താനിരുന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ടൈം അറിയത്തില്ല, പെട്ടെന്ന് ഇത് ഇലക്ഷൻ ഡിക്ലെയർ ആകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ നേതാക്കന്മാർ നമ്മളെ അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചാണ്. അല്ലാതെ ഞങ്ങളൊരു വൺമാൻ ഷോ കാണിച്ചതോ ഞങ്ങളുടെ തന്നെ ഇഷ്ടത്തിൽ കൂടി ആരെയും വിളിച്ചതും വിളിക്കാതിരുന്നതുമല്ല. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞവരെല്ലാം ഞങ്ങളോടൊപ്പം വരികയും ഇതൊരു സംരംഭം വിജയപ്രദമാക്കുവാൻ ഞങ്ങളോടൊപ്പം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അപ്പം ഭഗവാൻ അയ്യപ്പൻ്റെ തിരുമുമ്പിലാണ് ഈ ഒരു പ്രസ്ഥാനം. ഞാൻ രാവിലെ പോയി, അവൻ അറിഞ്ഞിട്ടും ഉണ്ടോ അറിഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ രാവിലെ പോയി എൻ്റെ അയ്യപ്പന് പാൽപ്പായസവും കഴിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പാൽപ്പായസവും കഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം മംഗളകരമാക്കി തരണമെന്നും തുടർന്നും ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് വിജയപ്രദമാക്കി തരുവാനും സത്യസന്ധമായും സുതാര്യമായും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുവാനും ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവരുടെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടാകും. ഒരുപാട് ടെൻഷൻ അനുഭവിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി തിരിച്ച എൻ്റെ സഹോദരൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ ഒരു പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം നമ്മൾ പൈസ ചോദിക്കും. നമ്മൾ ചോദിക്കുന്ന അവസരത്തിൽ നമുക്ക് തരാമെന്ന് പറയും. പിന്നെ അവിടെ ഒരു ചെറിയ കളി വരികയാണെങ്കിൽ പിന്നെ നമ്മളവിടെ ചോദിക്കാൻ പോകില്ല. എൻ്റെ കുഞ്ഞമ്മയുടെ മോനോട് പോലും കുഞ്ഞമ്മയുടെ മോൻ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങളിതിൻ്റെ ചെറിയ രീതിയിലൊക്കെ ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതെൻ്റെ കുഞ്ഞമ്മയുടെ മോനോട് എൻ്റെ സഹോദരൻ പൈസ ഇന്നപോലെ എത്ര ഷെയറിന് 500 രൂപയാണെന്ന് തോന്നുന്നു, ഇത്ര ഷെയർ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ മോനെ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങ് പോയത് കൊണ്ട് പിന്നെ പുള്ളിക്കാരൻ ഇത് ഓർത്തുമില്ല, പറഞ്ഞ് ചിന്തിച്ചില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഫോട്ടോസും എല്ലാം ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഉടനെ എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അനിയൻ ചേട്ടാ ഞാൻ അങ്ങ് വിട്ടുപോയത്, അനിയൻ ചേട്ടാ എന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ, എന്നോട് പറഞ്ഞിരുന്നല്ലോ പൈസ ഞാൻ ഇട്ട് തരട്ടെ, എങ്ങോട്ട് ഇട്ട് തരണം, എപ്പോൾ വേണമെന്ന് പറഞ്ഞു. അത് സുനിലെന്താ വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അങ്ങനെ അപ്പോൾ അവർ ഓർത്തു ചിലപ്പോൾ നടക്കാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ എത്രയോ പേര് ഇപ്പം ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട്, നല്ല നല്ല സ്നേഹം തരുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിയത് രാധാകൃഷ്ണൻ ഇറങ്ങി തിരിച്ചുകൊണ്ടാണെന്നും ഇതുപോലൊരു സെക്രട്ടറി ഞങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടും അതിൻ്റെ അച്ഛൻ ഒരുപാട് ഞങ്ങളോടൊപ്പം നിന്ന് കഷ്ടപ്പെട്ടതുമാണ്. സെക്രട്ടറിയുടെ മോൾ അച്ഛനെ എൻ്റെ സഹോദരൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഒരുപാട് ഞങ്ങളോടൊപ്പം കഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരുടെ സഹകരണത്തോടുകൂടി സപ്പോർട്ടുകൂടി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇതിൻ്റെ ബുക്സുകളൊക്കെ അടിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ബുക്സുകളൊക്കെ കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുവാൻ. ഇപ്പം ഞങ്ങളുടെ സെക്രട്ടറി വരുന്നുണ്ട്, രാവിലെ 10 മണിയാകുമ്പോൾ വരും, 2 മണി വരെ മോള് ഓഫീസിലുണ്ട്. അത് കഴിഞ്ഞ് മോള് തിരിച്ചു പോകത്തുള്ളൂ. എല്ലാം നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുക എന്ന് ഞാൻ 100% ഞാൻ ഉറപ്പ് പറയുന്നു. പിന്നെ ആൾക്കാരെ എല്ലാം പറഞ്ഞ് പേടിപ്പിച്ചിട്ടിരിക്കുമല്ലേ, അവിടെ ഇത് കൊണ്ടുപോയി ഇവിടെ ഇത് കൊണ്ടുപോയി, എല്ലാം സർക്കാർ കൊണ്ടുപോയി. സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നഷ്ടം സംഭവിച്ചാലും അത് സർക്കാർ തിരിച്ചു കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു, അത് കൊടുക്കുകയും ചെയ്യും. സർക്കാരല്ലല്ലോ ഇതൊന്നും ചെയ്തിരിക്കുന്നത്. ശുദ്ധമായ കൈകളുണ്ടെങ്കിൽ ഇതൊന്നും ആരെയും പേടിക്കേണ്ട. അല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കാണുമല്ലോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരും ഒന്നും പേടിക്കേണ്ട. ഇത് കണ്ടിട്ടുള്ളവരും കേൾക്കുന്നവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്ത് ഞങ്ങളോടൊപ്പം കൂട്ടുനിന്ന എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളുടെ നാട്ടുകാരോടും ഞങ്ങളുടെ നേതാക്കന്മാരോടും വിശിഷ്യ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ മനോജിനോടും ഈ ഒരവസ്ഥ, സഖാവ് മനോജ് എൻ്റെ സഹോദരനെ പോലെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നല്ലൊരു പയ്യനാണ്. ഇതുപോലുള്ള ലോക്കൽ സെക്രട്ടറിമാരാണ് നമ്മുടെ നാടിന് ആവശ്യം, നമ്മുടെ പ്രദേശത്തിന് ആവശ്യം. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊണ്ടും എല്ലാ നേതാക്കന്മാരോടും അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ എല്ലാ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച് എല്ലാ
നല്ല തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എല്ലാവർക്കും ദൈവാനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ വീഡിയോസ് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു.